അവരോട് പറഞ്ഞിരിക്കുന്ന 10 സീറ്റാണ്. അവർ ആവശ്യപ്പെട്ടിരിക്കുക 10 സീറ്റ്, 5 മുതൽ 7 വരെ കിട്ടിയാൽ മതി. അതാ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻ്റാണിത് സാറേ. അപ്പോൾ ഈ UDF ആവർത്തിച്ച് പറയുന്ന CJP മുന്നണി ആയിക്കഴിഞ്ഞു. അത് എപ്പോഴും ആയിക്കഴിഞ്ഞു. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്ക് അങ്ങനെ ഒരു സ്വഭാവം പണ്ടുണ്ടായിരുന്നു. പാർട്ടി പറയുന്നത് അനുസരിച്ചാൽ മതി. ഇപ്പോൾ പാർട്ടിയല്ല പറയുന്നത്. പിണറായി പറയുന്നത് പാർട്ടി അനുസരിക്കുക, പാർട്ടി പറയുന്നത് അണികളനുസരിക്കുക. പുള്ളിക്ക് പരിമിതിയുണ്ട്. ചെയ്തു കഴിഞ്ഞ ക്രൈമുകൾക്കെല്ലാം പുള്ളി ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുമോ? പുള്ളിക്കത് പറ്റില്ല, ഒരിക്കലും പറ്റില്ല. കാരണം മണ്ഡലകാലം തുടങ്ങിയതിന് ശേഷം പുള്ളിയെ നിയമിച്ചിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം പുള്ളിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കാമോ? ഭക്തിയുടെ കാര്യത്തിൽ കൊള്ളില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് വേറെ ആളെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ല. ഇവിടെ അതല്ല, വേറെ ആരും കൊള്ളണ്ട, വേറെ ആരും മുഖ്യമന്ത്രിയല്ല, ആർക്കും ജീവിക്കാൻ അവസരമില്ല, അവകാശവുമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഏകാധിപത്യ പ്രവണതയിലേക്കാണോ മറ്റു പാർട്ടികളിൽ? ജനാധിപത്യ രാജ്യമല്ലേ ഇത്? നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. ഈ സാഹചര്യത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഡേറ്റ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ CPMന് തലവേദനയാകുന്ന വിമത സ്വരങ്ങൾ, വിമത സ്ഥാനാർത്ഥികൾ നാളിതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലാണ് ഈ വിമത സ്ഥാനാർത്ഥികൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അത് CPMനെ പ്രകടമായി വെല്ലുവിളിച്ചുകൊണ്ട് പലയിടങ്ങളിലും മത്സരിക്കാൻ ഒരുങ്ങുകയുമാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPMനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം, പത്മകുമാറിൻ്റെ അറസ്റ്റും ഈ തിരഞ്ഞെടുപ്പുകളെ എങ്ങനെ ബാധിക്കും എന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൽ അജിത്ത്. നമസ്കാരം. നമസ്കാരം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സാധാരണ അങ്ങനെ പൊതുവേ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു ഈ വിമതസ്വരം എന്നുള്ളത്. അത് പ്രകടമായി ഇപ്പോൾ വരികയാണ്. പലയിടങ്ങളിലും കാസർഗോഡ്, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാത്തിലും ഈ വിമതസ്വരങ്ങൾ, വിമത സ്ഥാനാർത്ഥികൾ വന്നിരിക്കുകയാണ്. എന്തായിരിക്കും അതിനുള്ള കാരണം? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ എല്ലാം ഒരു എന്താ പറയുക, നമ്മൾ സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയില്ലേ, നമ്മളൊരു ആത്മപരിശോധന നടത്തില്ലേ, ഒരു റിഫ്ലക്ഷൻ നടത്തുമ്പോൾ തുടർ ഭരണം കിട്ടിയതിൻ്റെ ഒരു അഹങ്കാരം പാർട്ടി നേതൃത്വത്തിലും സർക്കാരിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡിസ്ഗ്രൻഡിൽഡ് ആയിട്ടുള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തകരുണ്ട്. അവർക്ക് അവസരം എവിടെയാണ്? ത്രിതല പഞ്ചായത്തിലല്ലേ അവർക്ക് അവസരം. അപ്പോൾ അവിടെ പോലും അവർക്ക് പരിഗണന കിട്ടുന്നില്ല. അവിടെയെല്ലാം ഈ പറഞ്ഞ, നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ പാർട്ടി നേതൃത്വത്തിൻ്റെ ആളുകൾ വരുമ്പോൾ ഈ താഴെത്തട്ടിൽ പ്രവർത്തിച്ചവർ ആണല്ലോ ഈ ത്രിതല പഞ്ചായത്തിൽ നിന്ന് വന്നു, അത് കഴിഞ്ഞ് അസംബ്ലിയിൽ വന്നു, അത് കഴിഞ്ഞ് പാർലമെൻറ്റിലേക്ക് പോകും. താഴെത്തട്ടി പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ അസ്പയർ ചെയ്യാൻ, രാഷ്ട്രീയക്കാരായിട്ട് ആഗ്രഹിക്കാനുള്ള ഏറ്റവും പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്താണ്. അവിടെ അവർക്ക് പ്രവർത്തിക്കാൻ അവർക്ക് മര്യാദപൂർവമായിട്ടുള്ള ഒരു അക്കോമഡേഷൻ കിട്ടുന്നില്ലെങ്കിൽ അവരെല്ലാം റിബലാവും. അല്ലേ? വെരി സിമ്പിളല്ലേ അത്? കാരണം നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് എപ്പോഴും ജനായത്ത ഭരണമെന്നും ജനകീയമാണെന്നും താഴെത്തട്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ. ത്രിതലം എന്ന് പറയുന്നത് തന്നെ ആ രീതിയിൽ. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടുന്നില്ലെങ്കിൽ, അർഹിക്കുന്ന അവസരം കൊടുക്കുന്നില്ലെങ്കിൽ അവർ റിബലാവും, സ്വാഭാവികമാണ്. അത്രയേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മതി. പക്ഷേ അതിൻ്റെ അപകടം എന്താണ്? ഇവിടെ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ എന്താണ്? ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് മാർച്ചിനകത്ത് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ 6 കോർപ്പറേഷനുകളുണ്ട്. 6 കോർപ്പറേഷനും പിന്നെ 60-80 മുനിസിപ്പാലിറ്റികളുണ്ട്. അത് കഴിഞ്ഞ് പഞ്ചായത്തുകളും വരും. അപ്പോൾ ഈ 6 കോർപ്പറേഷനിൽ 4 റിബലുകൾ, ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെ കാര്യം കുഞ്ചു പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഉള്ളൂർ, നമ്മുടെയൊക്കെ സുഹൃത്ത് കെ ശ്രീകണ്ഠൻ, അദ്ദേഹം തിരുവനന്തപുരം ദേശാഭിമാനി ബ്യൂറോയുടെ ബ്യൂറോ ചീഫായിരുന്നു. അദ്ദേഹം പ്രസ് ക്ലബ്ബ് പ്രസിഡൻറ്റ്, സെക്രട്ടറി ആയിരുന്നു പലതവണ. ആ സമയത്ത് പുള്ളി അവിടെ നിന്നൊക്കെ റിട്ടയർ ചെയ്യുമ്പോൾ, പ്രസ് ക്ലബ്ബിൽ നിന്നും മറ്റും മാറി ദേശാഭിമാനി പോയിട്ട് തിരിച്ച് റിട്ടയർ ചെയ്ത് വീട്ടിൽ പോകുമ്പോൾ പുള്ളിയെ നമ്മളെല്ലാം ചിന്തിച്ചെന്താണ്, നോർത്തിൽ, അതായത് കഴക്കൂട്ടം മണ്ഡലത്തിൽ MLA സ്ഥാനാർത്ഥിയാകുമെന്നാണ്. അത് കഴിഞ്ഞ 2 തവണ ഉണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ പുള്ളി എന്തായിരുന്നു ചിന്തിച്ചത്? തിരുവനന്തപുരം കോർപ്പറേഷനിലെങ്കിലും പുള്ളിക്ക് അക്കോമഡേഷൻ കിട്ടുമെന്ന് ചിന്തിച്ചു. ഞാനിത് പാൻ കേരള പറയുകയാണ്. ഞാൻ സട്ടിലായിട്ട് നമുക്ക് പേഴ്സണലി അറിയുന്ന അടുപ്പമുള്ള ഒരാളുടെ കാര്യം പറയണം.
വ്യക്തിപരമായി ഞാൻ പറയുമ്പോൾ ശ്രീകണ്ഠൻ്റെ കുടുംബവും ശ്രീകണ്ഠൻ്റെ വ്യക്തിത്വവും ശ്രീകണ്ഠ പ്രൊഫഷനും ഒക്കെ ഡെവലപ്പ് ചെയ്തത് എവിടെയാണ്? അടിസ്ഥാനം എവിടെയാണ്? ദേശാഭിമാനിയാണ്. ശ്രീകണ്ഠൻ അങ്ങനെ പോകാൻ പാടുണ്ടോ? അപ്പോൾ ശ്രീകണ്ഠനെ അതിലേക്ക് തള്ളി വിട്ടതാരായിരിക്കും? പാർട്ടിയുടെ ഈ നിലപാടായിരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ട്. ഇത് തന്നെയാണ് പാലക്കാടും എവിടെയാണെങ്കിലും ഇത് ആവർത്തിക്കുന്നത്. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്ക് അങ്ങനെ ഒരു സ്വഭാവം പണ്ടുണ്ടായിരുന്നു. പാർട്ടി പറയുന്നത് അനുസരിച്ചാൽ മതി. ഇപ്പോൾ പാർട്ടിയല്ല പറയുന്നത്. പിണറായി പറയുന്നത് പാർട്ടി അനുസരിക്കുക, പാർട്ടി പറയുന്നത് അണികളനുസരിക്കുക. പിണറായി എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം തന്നെ പറയുന്നതാണ് അദ്ദേഹത്തെ ബഹുമാനപ്പെട്ടവനെന്ന് പറയണമെന്ന്. അതുകൊണ്ട് നമ്മൾ പറയുകയാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും ബഹുമാനിച്ചല്ലേ പറയാൻ പാടുള്ളൂ. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പാർട്ടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഈവൻ VS അച്യുതാനന്ദ സഖാവ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് കൂച്ചുവിലം കിട്ട് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന ആൾ 10-17 വർഷം നിയന്ത്രിച്ച് അദ്ദേഹത്തിനെ വരുതിക്ക് നിർത്തി. അങ്ങനെയുള്ള. പക്ഷെ പുള്ളി മുഖ്യമന്ത്രി ആയപ്പോൾ അങ്ങനെയില്ല. അങ്ങനെയൊന്നും പാടില്ല, ഒക്കെ ഞാൻ തീരുമാനിച്ചോളാം. പുള്ളി ബൗണ്ടറീസ് ഇല്ലാത്ത ഒരാളാണ്. പാർട്ടി അച്ചടക്കം വേണ്ട, സർക്കാരിൻ്റെ നിയന്ത്രണങ്ങളില്ല. ഞാൻ പറയുന്നതാണ് സർക്കാർ, ഞാൻ പറയുന്നതാണ് പാർട്ടി എന്ന് പറയുന്ന ഒരു സംസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാക്കിയെടുത്ത ആളാരാണ്? ശ്രീ പിണറായി വിജയനാണ്. അപ്പോൾ പുള്ളിയുടെ ആത്മാവും പുള്ളിയുടെ മാനസികാവസ്ഥയും അറിയുന്നവരനുസരിച്ചാണ് താഴെ ഘടകങ്ങൾ, അല്ലെങ്കിൽ പുള്ളിക്ക് കീഴിലുള്ളവർ. പുള്ളിക്ക് മേളിലാരുമില്ല. ഈവൻ ജനറൽ സെക്രട്ടറി പോലും പുള്ളിക്ക് മേളിലല്ല. ആ രീതിയിൽ പോകുമ്പോൾ ശ്രീകണ്ഠനെ പോലുള്ളവർ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വിമതരായിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തിരിക്കും. അവർക്ക് ഈ പറഞ്ഞവർക്കെല്ലാം തന്നെ MLA-യും മന്ത്രിയും പാർലമെൻറ്റിലും ഒക്കെ വരണമെന്നല്ല, പാർലമെൻ്ററി മോഹങ്ങളുള്ളവരാണ്. അത് വ്യാമോഹം ആകുമ്പോഴാണ് വിമതരാകുന്നത്. ആ രീതിയിലേക്ക് പോകുന്നു. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കുഞ്ചു പറഞ്ഞ പോലെ, കുഞ്ചു ഇടയ്ക്ക് നിസ്സാരമായിട്ട് പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എന്ന് പറയുന്നത് അത് വലിയ കാര്യമല്ലേ? ഇത് തീർച്ചയായും വലിയ കാര്യമാണ്. ഈ കേരളത്തിൽ ഇവിടെ എത്ര ശതമാനം പേര് കാണും നിരീശ്വരവാദികൾ? 1% വരില്ല. 1% തികച്ചില്ല. 3.5 കോടി ജനത്തിൽ 1% പോലും തികച്ച് നിരീശ്വരവാദികളില്ല. എല്ലാവരും ഈശ്വരവാദികളാണ്. എല്ലാവരും അയ്യപ്പനിലും വിശ്വസിക്കും, എല്ലാവരും ഇസ്ലാമിലും വിശ്വസിക്കും, എല്ലാവരും ക്രിസ്ത്യാനിറ്റിയിലും വിശ്വസിക്കും. വിശ്വാസം എന്ന് പറയുന്ന സാധനം, ഞാനുൾപ്പെടെ ശബരിമല പോയിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യും? വിശ്വാസത്തെയൊക്കെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ, വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുപോലും തകർത്തിരിക്കുകയാണ്. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, അതൊരു വ്യക്തി നേരിട്ട് അതിലിടപെട്ടു, അതിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് പത്മകുമാർ CPM-മായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. കാരണം അത്രത്തോളം കോന്നി MLA ആയിരുന്ന സാഹചര്യമുണ്ട്. അത് ഡയറക്റ്റ് നോമിനി എന്ന് വേണമെങ്കിൽ പറയാം, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന 2019. അങ്ങനെയുള്ള ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിരോധത്തിലാവുക തന്നെയല്ലേ? അല്ല, അത് കുഞ്ചു അത് അല്ലേ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ അല്ലേ? CPM-ൽ അങ്ങനെ ആർക്കെങ്കിലും കയറി എനിക്ക് ഇതാകണം എന്ന് പറയാൻ പറ്റും? പക്ഷെ അങ്ങനെ ഒരു ചോദ്യം വരുന്നതിന്റെ കാര്യം MV ഗോവിന്ദൻ പറയുന്നത് അല്ല, അതൊക്കെ പുള്ളിയെ നിസ്വമായിട്ട് പറയുകയാണ്. പക്ഷെ പുള്ളി പോലും ഏത് സമയത്തും കേസിൽ പ്രതിയാകാൻ സന്നദ്ധനായിട്ടുള്ളൊരു സാഹചര്യം പുള്ളിക്കുണ്ട്, പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. പുള്ളിയെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വൈഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ആന്തൂർ ഷാജൻ്റെ കേസില്ലേ, അതൊരു അസ്വാഭാവിക മരണത്തിന് കേസെടുത്തല്ലേ. അതിന് ആന്തൂർ ഷാജൻ്റെ ഭാര്യ ഒരു കേസ് കൊടുത്തിട്ടില്ലേ, കൊലപാതകത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ? അതൊക്കെ എവിടെയാണ്? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടം അനുസരിച്ച് ഈ പറഞ്ഞ CPM സെക്രട്ടറി സംസാരിച്ചില്ലെങ്കിൽ അദ്ദേഹം വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ ജയിലിലായിരിക്കും. പിണറായി വിജയനെ മനസ്സിലാകാത്തതുകൊണ്ടല്ല, കുഞ്ചിനറിയാം. പക്ഷേ കുഞ്ചിന് അങ്ങനെ ഒരു രീതി എന്നെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്താ സമ്മേളനങ്ങളെല്ലാം കാണുമ്പോൾ CPM ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജയരാജൻ കഴിഞ്ഞ ദിവസം വിട്ടിരുന്ന ജയരാജൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇട്ടിരുന്നൊരു പോസ്റ്റ്, അങ്ങനെ പി ജയരാജൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നൊരു പോസ്റ്റ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു, വളരെയധികം ചർച്ച ചെയ്തതാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ പ്രധാന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, പലതവണ തിരുത്തിച്ചു, ചെമ്പെന്ന് എഴുതി ചേർത്തു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ സർക്കാർ ആദ്യം തൊട്ടേ പറഞ്ഞൊരു കാര്യമുണ്ട്, എത്ര ഉന്നതരായാലും അവരെ വെറുതെ വിടുകയില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ നമ്മളെല്ലാവരും SFI കൂടെ കടന്നു വന്നെന്നാണ് എൻ്റെ ഒരു ചിന്ത, അല്ലേ? കുഞ്ചു ഉൾപ്പെടെ SFI-കാരനായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പം നമുക്കങ്ങനെ SFIയുടെ എനിക്ക് യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ ആകണം എന്ന് പറയാൻ പറ്റും. ഞാൻ SFIക്കാരനാണ്. എനിക്ക് ഉടനെ തന്നെ 3-ാം വർഷം എനിക്ക് SFIയിലെ സംസ്ഥാന പ്രസിഡൻ്റ് ആകണം എന്ന് പറയാൻ പറ്റും. ഇതിനകത്ത് ഒരുപാട് പ്രോട്ടോക്കോൾ ഇല്ലേ? CPM പോലുള്ളൊരു മാർക്സിസ്റ്റ് പാർട്ടിയെ പോലുള്ളൊരു പാർട്ടിയിൽ, പൊളിറ്റിക്കലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു പാർട്ടിയിൽ അച്ചടക്കം എന്ന് പറയുന്നത് വളരെ നിർബന്ധമുള്ളതാണ്. അച്ചടക്കം എന്ന് പറഞ്ഞാൽ മിണ്ടരുത്, ക്ലാസ്സിൽ മിണ്ടരുതെന്ന് പറയുന്ന പോലെ തന്നെ വീട്ടിലും സമൂഹത്തിലും പൊതുജീവിതത്തിലും മിണ്ടരുത്, സൗഹൃദങ്ങളിൽ പോലും മിണ്ടരുത് എന്ന് പറയുന്ന ഒരച്ചടക്കം നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അപ്പോൾ പിന്നെ അതിൻ്റെ അച്ചടക്കം ലംഘിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ആർക്കെങ്കിലും ഒരാൾക്ക് പത്മകുമാറിന് നേരിട്ട് കയറി അങ്ങ് ദേവസ്വം പ്രസിഡൻ്റാകാൻ പറ്റുമോ? ഇല്ല. ഞാൻ വെറുതെ പാർട്ടിയുടെ ഒരു ക്രൈറ്റീരിയ, ഒരു പ്രോട്ടോക്കോൾ, ഒരു പ്രൊസീജിയർ പറയുകയാണ്. അപ്പോൾ ആരായിരിക്കും പാർട്ടി പറയുന്ന ഒരാളല്ലേ ദേവസ്വം പ്രസിഡൻ്റ് ആവുള്ളൂ. അപ്പോൾ അന്വേഷണം ദേവസ്വം പ്രസിഡൻറ്റിൽ നിർത്തിയാൽ പറ്റുമോ? ദേവസ്വം പ്രസിഡൻ്റ് ആകുന്ന ഉടനെ പുള്ളിക്ക് സ്വതന്ത്രമായിട്ട് കുറേയൊക്കെ ഓട്ടോണമസ് സാഹചര്യങ്ങൾ ഉണ്ട് ദേവസ്വം ബോർഡിലാണ്. പല അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പല സ്ഥാപനങ്ങളിലും ഉണ്ട്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരാൾ ദേവസ്വം പ്രസിഡൻറ്റോ വേറെ ഏതെങ്കിലും സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റോ ആയിട്ട് പാർട്ടിക്ക് നയത്തിന് വിരുദ്ധമായിട്ടോ പാർട്ടി താല്പര്യങ്ങൾക്ക് ഘടകമായിട്ടോ വല്ലതും തീരുമാനിക്കാൻ പറ്റുമോ? പറ്റില്ല. പാർട്ടി അറിഞ്ഞു മാത്രമേ അദ്ദേഹത്തിന് ജീവിക്കാൻ ശ്വാസോച്ഛ്വാസം നടത്തണമെന്നുണ്ടെങ്കിൽ പാർട്ടി പറയണം ഏത് സമയത്ത് ശ്വസിക്കണം, ഏത് സമയത്ത് ഉച്ഛ്വാസം ചെയ്യണം. പക്ഷെ പി ജയരാജൻ അങ്ങനെ ഒരു വിമതസ്വരം ഉയർത്തിയ ആൾ തന്നെ ആയിരിക്കും. പി ജയരാജൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മുടെ എം വി ജയരാജൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൈക്കോടതി ജഡ്ജിനെയൊക്കെ വിമർശിച്ച ആളാണ്. മറ്റേത് ഇ പി ജയരാജൻ നമ്മുടെ മുഹമ്മദ് അലി ജയരാജൻ എന്നൊക്കെ പൊതുസമൂഹത്തിലും മാധ്യമപ്രവർത്തകരും പറയുന്നുണ്ട്. ഇദ്ദേഹം ശുംഭൻ ജയരാജൻ, മറ്റേത് മുഹമ്മദ് അലി ജയരാജൻ. ഇദ്ദേഹം ശരിക്കും പി ജയരാജൻ ശരിക്കും ഒരു ജയരാജൻ തന്നെയാണ്. അദ്ദേഹത്തെപ്പോഴും കൂടുതൽ RSSൻ്റെ അറ്റാക്ക്, ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടായ അനുഭവിച്ച വേറെ ആരാളുള്ളത്? അദ്ദേഹം ഇപ്പോൾ ആരാണ്? അദ്ദേഹത്തിനിപ്പോൾ ഒരു കാറുമൊക്കെ കൊടുത്ത് ഖാദി ബോർഡ് ചെയർമാനാക്കി വെച്ചിട്ടുണ്ട്. ഒതുക്കി എന്ന് നമ്മൾ പറയണ്ട. പുള്ളിക്ക് അത് എല്ലാവർക്കെല്ലാം അറിയാം. അപ്പോൾ പുള്ളിക്ക് ഇത്രയും ത്യാഗവും ഫിസിക്കലിയും മെൻ്റലിയും ത്യാഗം സഹിച്ചതുകൊണ്ട് പുള്ളിക്കൊരു അക്കോമഡേഷൻ കൊടുത്തിരിക്കുന്നത് അതൊരു ഔദാര്യമാണ്. പക്ഷേ ആ പുള്ളി അത് ഔദാര്യമായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് പുള്ളി ഇതൊക്കെ പറയുന്നത്. അല്ല, ഞാനത് പറയാൻ കാര്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ന്യായീകരണമൊക്കെ എം വി ഗോവിന്ദൻ നടത്തുമ്പോഴും ഈ പി ജയരാജനെ പോലുള്ള ആൾക്കാർ പത്മകുമാറിനെ ടാർഗറ്റ് ചെയ്ത് തന്നെ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ പത്മകുമാർ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ വ്യക്തിപരമായിട്ട് എടുക്കരുത്. പാർട്ടിയുടെ ഒരു ഭാഗമാണ് പുള്ളി. പാർട്ടിയുടെ സമന്വിത നേതാവായതുകൊണ്ടല്ലേ പുള്ളിയെ പിടിച്ച് ദേവസ്വം പ്രസിഡൻ്റ് ആക്കുന്നത്. അവിടെ ഇരുന്നിട്ട് പുള്ളിക്ക് സ്വതന്ത്രമായിട്ട് സ്വന്തം ഇഷ്ടാനുസരണം പ്രവർത്തിക്കാനൊന്നും പറ്റില്ല. പാർട്ടിയുടെ ആജ്ഞാനുവർത്തിയായിട്ട് മാത്രമേ പുള്ളിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പാർട്ടി അറിയാതെ പുള്ളി ഒന്നും ചെയ്യില്ല. പുള്ളി ചെയ്തതെല്ലാം തന്നെ ദിസ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് ടു പാർട്ടി ഹയർ അപ്സ് ഇല്ലേ? അവിടെയാണ് ഇനി ആര് എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നത്. മന്ത്രിമാരിലേക്ക് ഈ അന്വേഷണം പോകണം എന്ന് പറയുന്നത് കൊണ്ട് പാർട്ടിയുടെ ഒരു സ്വഭാവം അറിയാമല്ലോ. ചുമ്മാ കോൺഗ്രസ്സുകാർ പറയുന്ന UDF പറയുന്ന പോലുള്ള അല്ലല്ലോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF. അതിനകത്ത് ഒരുപാട് അതോറിറ്റീസ് ഉണ്ട്, ഒരുപാട് ഘട്ടങ്ങളുണ്ട്, സ്റ്റേജസ് ഉണ്ട്. അതത്രയും പാലിച്ച് വരുമ്പോൾ ഹയർ അപ്സിലെത്തും. അത്രയും UDFകാരും കോൺഗ്രസ്സുകാരും പറയുന്നുള്ളൂ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറയുന്നുള്ളൂ. അല്ല, അങ്ങനെ ഒരു ഈ പത്മകുമാറിൽ വെച്ച് നിൽക്കുമോ എന്നുള്ളൊരു സംശയവും അതുകൊണ്ടാണോ ഉയരുന്നത്? അല്ല, അവിടെ അത് നല്ലൊരു ചോദ്യമാണ്. അത് ഞാൻ ഉൾപ്പെടെ പലതവണ ചിന്തിച്ചാണ് ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട്. അതിൻ്റെ കാരണം അവിടെ നിൽക്കാൻ പറ്റില്ല, നിർത്താൻ പാടില്ല. കാരണം ഹൈക്കോടതിയാണ് അന്വേഷണം നടത്തുന്നത്. ഹൈക്കോടതിയാണ് H. വെങ്കടേശനെ നിയമിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സീൽഡ് കവറിലിട്ട് റിപ്പോർട്ടുകൾ ദിവസേനയുള്ള അന്വേഷണ റിപ്പോർട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പോലീസൊക്കെ ആണെങ്കിലും ഹൈക്കോടതി നിയമിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ പാർട്ടിക്കാർ, നമ്മുടെ ആൾക്കാർ പറയുന്നത് എന്താ, ഇത്രയും സ്വതന്ത്രമായ ഒരു അന്വേഷണത്തിന് അനുവദിച്ച ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്? രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ, CPM ഓ LDF ഓ നിയമിച്ചതല്ല, ഹൈക്കോടതിയാണ് നിയമിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭക്തിയുടെയോ സംസ്കാരത്തിൻ്റെയോ സാമൂഹികതയുടെയോ ഭാഗമായിട്ട് ചിന്തിക്കുമ്പോൾ സത്യസന്ധമായിട്ടൊരു അന്വേഷണ റിപ്പോർട്ട് വന്നാൽ ഹയർ അപ്സിലോട്ട് പോകും. പഴയ മന്ത്രിമാരിലും ഇപ്പോഴത്തെ മന്ത്രിയിലും ഒക്കെ പോകും, അന്വേഷണം പോകും.
പോകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം ഈ ശബരിമല എന്ന് പറയുന്ന ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. അതെ. അതിൻ്റെ പവിത്രത, അതിൻ്റെ നടത്തിപ്പിലുള്ള സത്യസന്ധത അത് തകരാൻ പാടില്ല, അതിൻ്റെ സുതാര്യത തകരാൻ പാടില്ല. അല്ല, ഇപ്പോൾ ഈ തിരക്കിൻ്റെ കാര്യങ്ങൾ വരുന്ന സാഹചര്യത്തിലായാലും ഇപ്പോൾ ജയകുമാർ IAS പോലുള്ള ഒരു പ്രഗത്ഭനായ വ്യക്തിയെ കൊണ്ടുവച്ചത് ഈ ഒരു കളങ്കമെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടാണോ അത്? അല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് ചിഞ്ചു, അത് സത്യമായിട്ടും ജയകുമാർ സാറിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എല്ലാ ആക്ഷേപങ്ങളും മാറ്റിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ പുള്ളിയെ പോലുള്ളൊരു മാന്യനെ അവിടെ കൊണ്ട് വെച്ചതുകൊണ്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? തീർച്ചയായും. ഇപ്പം ആയില്ലേ, അല്ല, മണ്ഡലകാലം ആയില്ലേ, ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് എന്ന് മണ്ഡലകാലം ആയില്ലേ. പുള്ളിയെപ്പോലെ അദ്ദേഹം ടൂറിസം ഡയറക്ടറും സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ അറിയുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്, വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളാണ്. ഇത്രയും നല്ലൊരു കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെക്കുറിച്ചും എല്ലാ വകുപ്പുകളെക്കുറിച്ചും നന്നായിട്ട് വളരെ വ്യക്തമായിട്ട് ചാരുതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്. അദ്ദേഹത്തെ വച്ചതുകൊണ്ട് ഇവരുടെ കളങ്കം മാറും എന്നിവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് പരിധിയുണ്ട്, പുള്ളിക്ക് പരിമിതിയുണ്ട്. ചെയ്തു കഴിഞ്ഞ ക്രൈമുകൾക്കെല്ലാം പുള്ളി ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുമോ? പുള്ളിക്കത് പറ്റില്ല, ഒരിക്കലും പറ്റില്ല. കാരണം മണ്ഡലകാലം തുടങ്ങിയതിന് ശേഷം പുള്ളിയെ നിയമിച്ചിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം പുള്ളിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പൊതുസമൂഹം പുള്ളിയെ അറിയുന്ന, അദ്ദേഹത്തിന് ജയകുമാർ സാറിനെ അറിയുന്ന ആർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. അല്ല, ഹൈക്കോടതി വരെ ചോദിച്ചു 6 മാസം മുമ്പ് തുടങ്ങേണ്ട പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് തുടങ്ങിയില്ല എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരെ വരും. അതാണ് കാരണം അവർ ഇത്രയും കാലം ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യപ്പൻ്റെ അവിടുത്തെ വിഗ്രഹം മാത്രമേ പോകാണ്ടുള്ളൂ, മറ്റെല്ലാം പോയില്ലേ, എല്ലാം പോയില്ലേ. ദ്വാരപാലക എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ പറയുന്നതല്ല. ദ്വാരപാലക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭക്തിയുടെ ഒരു എലമെൻ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് ദൈവിക സങ്കല്പത്തിൻ്റെ ഭാഗമാണ്. ഇന്ന ഡേറ്റിയെ സംരക്ഷിക്കുന്ന ദ്വാരപാലകരായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ളവരാണ് ഈ ദ്വാരപാലകർ. ശരിക്കുള്ള ഡേറ്റിയെ, ശരിക്കുള്ള ദൈവത്തെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ദൈവങ്ങളാണ് ദ്വാരപാലകർ. ചുമ്മാ ദ്വാരപാലകർ എന്ന് പറഞ്ഞൊരു വിഗ്രഹം അടിച്ചു കൂട്ടി ഇവിടെ ഒട്ടിച്ചതല്ല, മനസ്സിലായോ? അതിനെ തന്നെ അടിച്ചാൽ പിന്നെ അദ്ദേഹത്തെ തന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇനി എന്ത് സുരക്ഷിത? അവർക്കും സുരക്ഷിതയില്ല, അയ്യപ്പനും സുരക്ഷിതമല്ല, അല്ലേ? അതല്ലേ സത്യം? ഈ കാര്യങ്ങളെല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ, അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണോ ഒരു ആഗോള അയ്യപ്പ സംഗമം പോലും നടത്തിയതെന്നുള്ള ചോദ്യം വരുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇത് ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കാമോ ഭക്തിയുടെ കാര്യത്തിൽ? ക്യാൻ എനി ഗുഡ് തിങ് കം ഫ്രം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിതിൻ ബ്രാക്കറ്റ് റിഗാർഡിങ് ഫെയ്ത്ത് മെയിൻ്റനൻസ് പ്രതീക്ഷിക്കാമോ? ഇല്ല. ഞങ്ങൾക്ക് വോട്ട് കിട്ടാൻ ഞങ്ങൾ എന്ത് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി നടത്തും, ഞങ്ങൾക്ക് വോട്ട് കിട്ടണം. അതിന് അയ്യപ്പനെയാണ് തകർക്കണമെങ്കിൽ ഞങ്ങളത് ചെയ്യും, ശബരിമല ഇടിച്ച് തകർക്കണമെങ്കിൽ ഞങ്ങളത് ചെയ്യും. ഞങ്ങൾക്ക് വോട്ട് കിട്ടണം. അതിൻ്റെ ഇതല്ലേ, അതിൻ്റെ ഒരു റിപ്പൻറ്റൻസ് അല്ലേ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഘം. അതിനു മുമ്പ് സ്ത്രീ പ്രവേശനം നടത്തിയില്ലേ? അതെ. അങ്ങനെ ഒരു ക്രോഡീകരണം ചെയ്തില്ല. അന്ന് BJP-ക്കാരെന്താ പറഞ്ഞത്? സുവർണ അവസരം എന്ന് പറഞ്ഞു. ഇപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? വിശ്വാസികളെല്ലാം ക്രോഡീകരിച്ച് ഇവിടെ RSS സംഘപരിവാർ BJP-യെ റീപ്ലേസ് ചെയ്യാനുള്ളൊരു ശ്രമം നടക്കുകയാണ്. അവർക്കൊരു ബദൽ സംഗമം ഒടുക്കി കൊടുക്കാനുള്ള വേദി കൂടി അവർക്ക് ഇവിടെ ഒരു ബദലായിട്ടല്ല, അവർക്ക് യഥാർത്ഥത്തിൽ ശരിക്കുള്ള രാഷ്ട്രീയത്തിൽ ഗ്രിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കുകയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് നിസ്സാരമായിട്ടുള്ള ഇൻ ദ ഗൈസ് ഓഫ് CPM-നെയും LDF-നെയും മെയിൻറ്റെയിൻ ചെയ്യാൻ നിലനിർത്തുക എന്ന് പറഞ്ഞ് ആണ് ഈ കോലാഹലമൊക്കെ ഉണ്ടാക്കുന്നത്. ഈ കോലാഹലം എല്ലാം ആർക്ക് ബെനിഫിഷ്യൽ ആകും? സംഘപരിവാർ സംഘടനകൾ. അതാ മനസ്സിലാക്കട്ടെ. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 11 വർഷമായിട്ട് കേന്ദ്രത്തിൽ BJP അല്ലേ ഭരിക്കുന്നു. അവരുടെ വിതിൻ ബ്രാക്കറ്റ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതം. അത് കേരളത്തിൽ പറ്റില്ല. അപ്പോൾ കേരളത്തിൽ അത് തകർത്ത് കയ്യിൽ തരാമോ? അതാണ് അസൈൻമെൻറ്റ് ശ്രീ പിണറായി വിജയന് കിട്ടിയിരിക്കുന്നത്. പുള്ളി അതിനുവേണ്ടി എന്തും ചെയ്യും. അതുകൊണ്ടല്ലേ പുള്ളിയുടെ മകൾക്കെതിരെയുള്ള കേസ്, പുള്ളിക്കെതിരെയുള്ള കേസ്, മകനെതിരെയുള്ള കേസ് ഒന്നുമില്ലല്ലോ. BJP-എതിരെ എല്ലാ സർക്കാരിലെയും എല്ലാ മുഖ്യമന്ത്രിമാർക്കും എതിരെ എന്തെങ്കിലും ഒരു ചെറിയ ആക്ഷേപം ഏതെങ്കിലും സംഘപരിവാറുകാരൻ പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ജയിലിലിടുകയാണ്. ഇവിടെ ഇവൻസ് ഓഫ് കറപ്ഷൻ ഉണ്ടായിട്ട് പുള്ളിക്ക് അതുണ്ടായില്ലല്ലോ. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ED-യും CBI ഒന്നും വരുന്നില്ലല്ലോ. അതെ, വന്നില്ലല്ലോ. അല്ല, കഴിഞ്ഞ ദിവസം അൻവറിനെ തിരക്കി അന്വേഷണ സംഘം എത്തിയിരുന്നു. അൻവർ പുള്ളിയുടെ ആളല്ല ഇപ്പോൾ. അതെ, അൻവർ ഇപ്പോൾ പിണറായി വിജയൻ്റെ ആളല്ല.
അതുകൊണ്ടാണ് എത്തിയത്. ഇതേ കാര്യമാണ് പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയെ ഇദ്ദേഹവും RSSകാരും ഒക്കെ എന്തോരം ആക്ഷേപിച്ചു. ഞാനിപ്പോൾ പറയുന്ന കാര്യം തന്നെയല്ലേ അന്ന് പുള്ളി പറഞ്ഞത്. അതെ. BJP ഇതര സർക്കാരുകളിലെ മുഖ്യമന്ത്രിമാരെ എല്ലാം എടുത്ത് അകത്തിടുമ്പോൾ ഇവിടെ അതെല്ലാം ആക്ഷേപങ്ങളുടെ പേരിലാണ്. ഇത് ഇവൻസ് ഓഫ് കറപ്ഷനാണ്. ചിഞ്ചു മനസ്സിലാക്കി, ഇവിടെ സംഭവങ്ങൾ നടന്നില്ലേ? എന്തിനാണ് UAE അറ്റാഷ് ഇറങ്ങി ഓടിക്കളഞ്ഞത്? സ്വപ്ന സുരേഷ് എന്തിനാണെന്ന് പറഞ്ഞു. പ്രിൻസിപ്പൽ സെക്രട്ടറി എന്തിനാണ് 1 വർഷത്തിലധികം ജയിലിൽ കിടന്നത്? ഇത് ആരുടെ ഓഫീസിലാണ് നടക്കുന്നത്? വേറെ ഏതെങ്കിലും സഹമന്ത്രിമാരുടെ ഓഫീസിലാണോ? അല്ലല്ലോ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ തവണ പ്രധാന പ്രതിപക്ഷത്തിരുന്ന പാലക്കാട് 4 വാർഡുകളിലില്ല, അതുപോലെ പാലക്കാട് മുഴുവൻ എടുത്ത് നോക്കുമ്പോൾ, ജില്ല മുഴുവൻ എടുത്ത് നോക്കുമ്പോൾ 42 ഇടങ്ങളിലാണ് സ്ഥാനാർത്ഥി പോലും ഇല്ലാത്തത്. BJPക്ക് സ്ഥാനാർത്ഥി പോലും ഇല്ലാത്തൊരു സാഹചര്യം ഉള്ളത്. വളരെ നല്ലതല്ലേ? CPMനെ സംബന്ധിച്ച് വളരെ നല്ലതല്ലേ എന്നാണ് അവർ പറയുന്നത്. അല്ല, UDF മാത്രം പ്രതിരോധിച്ച പോരെ? പകരം ഞങ്ങളൊരു സംസ്ഥാന വ്യാപകമായിട്ടൊരു 5-10 അസംബ്ലി സീറ്റ് തന്നാൽ പോരെ? ഇമ്മീഡിയറ്റായിട്ട് മാർച്ചിൽ വരുമ്പോൾ അങ്ങനെ തന്നാൽ പോരെ? അങ്ങനെ അല്ല, ഞാൻ രാഷ്ട്രീയം പറയാണ്. ഞാൻ ചിഞ്ചുവിനോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. ഞങ്ങളൊരു 100 സീറ്റിൽ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർത്തുന്നില്ല. അതിൽ നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ 6 കോർപ്പറേഷനും 80 മുനിസിപ്പാലിറ്റിയും മറ്റ് ഗ്രാമപഞ്ചായത്തുകൾ നിങ്ങൾക്ക് പിടിക്കാമെങ്കിൽ ഞങ്ങൾക്ക് ഒരു 10 സീറ്റ് തരും, ഞങ്ങൾ 5 എണ്ണം പിടിച്ചോളാം. 10-ൽ 5 പേര് പോരെ അസംബ്ലിയിൽ? അങ്ങനെ ഒരു ധാരണ ഉണ്ടാവോ? ഉണ്ടല്ലോ. എന്നോട് പേഴ്സണലി പറഞ്ഞാണ്. BJPയുടെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല. പേര് പറഞ്ഞ് പുള്ളിയും എനിക്കും തമ്മിലുള്ള ആ ബന്ധത്തെ ഞാൻ തകർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നാട്ടുകാർക്ക് ഇത് കേൾക്കുന്നത് ലക്ഷം പേര് കേരളമതിയുടെ ചാനൽ വീക്ഷിക്കുന്നവരെയൊന്നും ഞാൻ ഡിലെമയിലാക്കുന്നില്ല. അവരാരെയും ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നില്ല. അവരോട് പറഞ്ഞിരിക്കുന്ന 10 സീറ്റാണ്. അവർ ആവശ്യപ്പെട്ടിരിക്കുക 10 സീറ്റ്, 5 മുതൽ 7 വരെ കിട്ടിയാൽ മതി. അതാ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റാണിത് സാറേ. അപ്പോൾ ഈ UDF ആവർത്തിച്ച് പറയുന്ന CJP മുന്നണി ആയിക്കഴിഞ്ഞു. അത് എപ്പോഴേ ആയിക്കഴിഞ്ഞു. BJP കേരള ഘടകം. C എന്നുള്ളിടത്ത് K എന്നാക്കിയാൽ മതി. KF എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ തന്നെ അങ്ങനെ ആക്കിയെടുത്തു. അങ്ങനെയാണെന്നേ. ഞാൻ എപ്പോഴും ചിന്തിക്കുമ്പോൾ എൻ്റെ കുടുംബത്തെയും എൻ്റെ വ്യക്തിത്വത്തെയും എൻ്റെ സാമൂഹിക രാഷ്ട്രീയ സുരക്ഷയെയും കുറിച്ചല്ലേ ഞാൻ ചിന്തിക്കുകയുള്ളൂ. അത്രയും തന്നെ ചിന്തിച്ചാൽ മതി. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വിമത സ്വരങ്ങൾ ഉയർന്നു പറയുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് കണ്ണമ്മൂല വാർഡിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മർദ്ദിച്ചു എന്നതരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് ഒരു ഭീഷണിയുടെ സ്വരം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അടുത്തത് ശ്രീകണ്ഠനാണെന്നുള്ള ഒരു ഭീഷണി കൂടി മുഴക്കിയിട്ടാണ് ആ മർദ്ദിച്ച സംഘം അവിടെ നിന്ന് പോയതെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ വിമത സ്വരത്തെയൊക്കെ ഒരു ഭീഷണിയുടെ സ്വരം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മർദ്ദനം കൊണ്ടോ ഒക്കെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, എന്ന് പറഞ്ഞാൽ എനിക്കെന്തായാലും പാർലമെൻ്ററി താല്പര്യമൊന്നുമില്ല. ഞാനൊരു കൗൺസിലറായിട്ടല്ല, വാർഡിൽ പോലും ഞാൻ മത്സരിക്കില്ല മരണം വരെ. 60 വയസ്സ് കഴിഞ്ഞു. K. ശ്രീകണ്ഠൻ എന്ന് പറയുന്ന ഉള്ളൂർ നിൽക്കുന്ന സുഹൃത്ത് എൻ്റെ ബാച്ച്മേറ്റാണ്. യൂണിവേഴ്സിറ്റി കോളേജ് ഞങ്ങൾ SFIക്കാരായിരുന്നു. ഇത് എൻ്റെ രാഷ്ട്രീയം പറയാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞങ്ങളെയൊന്നും ഉടുക്കൊന്നും കെട്ടി പേടിപ്പിക്കാൻ പറ്റില്ല. ശ്രീകണ്ഠനെയും എന്നെയും അതുപോലെ തന്നെ K. രാധാകൃഷ്ണനെയും. ഇപ്പോഴത്തെ നിങ്ങളീ പറഞ്ഞ കണ്ണമ്മൂല വാർഡിൽ മത്സരിക്കുന്ന രാധാകൃഷ്ണൻ ഇവിടെ അറിയപ്പെടുന്ന ഒരു CPM പ്രവർത്തകനായിരുന്നു. എന്ത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇവിടെ പാറ്റൂർ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് സെക്രട്ടറിയായിട്ട് 10 വർഷത്തിനോളം ഉണ്ടായിരുന്നു, മാറിയും തിരിഞ്ഞുമൊക്കെ. അപ്പോൾ അതാർക്ക് ഭീഷണിയാവും? ഇപ്പം ഞാനിത് കണ്ട ഒരു വളരെ വിചിത്രവും വളരെ രസകരമായൊരു സംഭവം കണ്ടിട്ടുണ്ട്. LDFൻ്റെ സ്ഥാനാർത്ഥി കണ്ണമ്മൂല മത്സരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് സതീഷ് കുമാർ എന്ന് വെച്ചിട്ട് നമ്മുടെ ചിഹ്നം താമര. അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങളൊന്ന് ചിഞ്ചൂത്ത് ഇറങ്ങി നോക്കൂ. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ മണ്ഡലങ്ങളിൽ എല്ലായിടത്തും സംഭവിച്ചിരിക്കുന്ന സാധനം ഇതാണ്. ജയിക്കാൻ സാധ്യതയുള്ള LDF സ്ഥാനാർത്ഥികളുടെ പേരും അവരുടെ പടവും കാണും. നമ്മുടെ ചിഹ്നം താമര. അദ്ദേഹം മറ്റേ ഇതിലുള്ളതാണ്, PC ചാക്കോയുടെ ഗ്രൂപ്പിലുള്ളതാണ് അഡ്വക്കേറ്റ് സതീഷ്. അത് നിങ്ങൾ ഇറങ്ങി നോക്കി, ക്യാമറയും കൊണ്ടൊന്ന് പോയി നോക്കൂ കണ്ണമ്മൂല ഭാഗത്ത്. അവിടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ട്, സതീഷിൻ്റെ ഫോട്ടോ ഉണ്ട്, നമ്മുടെ ചിഹ്നം താമര. ആ രീതിയിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ നമ്മൾ രണ്ടുപേരും ഇരുന്ന് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമുണ്ടോ? ഈ പാർട്ടി പ്രവർത്തകർ LDFൻ്റെ ആണെങ്കിലും UDFൻ്റെ ആണെങ്കിലും പാർട്ടി പ്രവർത്തകർ അത് ചിന്തിക്കണ്ടേ? അവരത് കാണണ്ടേ? ഇത് എനിക്ക് കാണാൻ പറ്റി,
ചിഞ്ചുവിനും കാണാൻ പറ്റി. പിന്നെ അവർക്ക് കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. തീർച്ചയായും. കാരണം അല്ല, അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് ചിഞ്ചു. ഇപ്പോൾ ഇവിടെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതിപക്ഷം ആരാ? ബി ജെ പി ആണ്. അപ്പോൾ പിന്നെ അവർക്ക് ഇങ്ങനെ കുറച്ച് ജയിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അടുത്ത് ചിഹ്നം താമര എന്ന് വെച്ചാൽ അവർക്ക് കിട്ടും. അതെ, കോർപ്പറേഷൻ കിട്ടും. പിന്നെ കോർപ്പറേഷൻ ഈ പറഞ്ഞ 6 കോർപ്പറേഷനിൽ 4 പിടിക്കുന്നവർ അസംബ്ലിയിലും വരും. അല്ല, അതിൽ BJP സുപ്രധാനമായൊരു വെളിപ്പെടുത്തൽ, ഒരു ആഹ്വാനം കൂടി നടത്തിയിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ആ അധികാരത്തിൽ വന്ന 45 ദിവസത്തിനുള്ളിൽ തലസ്ഥാനത്തിൻ്റെ വികസന രേഖ അവതരിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നും നമുക്ക് അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹം വലിയ മനുഷ്യനാണ്. അദ്ദേഹം ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായപ്പോൾ ഇന്ത്യ മൊത്തം ഗുജറാത്താക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാൽ പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടേതാക്കുന്നതിൽ എന്താ പ്രശ്നമായിരിക്കുന്നത്? നമ്മളങ്ങനെ ചിന്തിച്ചാൽ മതി. അധികാരമുള്ളവർക്ക് എന്ത് വേണം ചെയ്യാമല്ലോ. അല്ല, ഇത്തവണത്തെ ഈ വിമത സ്വരങ്ങളെല്ലാം, ഈ വിമത സ്ഥാനാർത്ഥികളെല്ലാം CPM-ന് ഒരു വലിയ ഭീഷണിയായി തീരുമെന്നോ, അല്ലെങ്കിൽ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്? തീർച്ചയായിട്ടും. അവിടെ യഥാർത്ഥത്തിൽ ഈ UDFനും കോൺഗ്രസിനും വലിയൊരു വെല്ലുവിളിയാണ്. UDFും കോൺഗ്രസും യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുന്ന, അല്ലെങ്കിൽ വെല്ലുവിളി നേരിടുന്നത് ഈ കമ്പൈൻഡായിട്ടുള്ള, താങ്കൾ നേരത്തെ പറഞ്ഞ CJPയുടെ ഒരു വെല്ലുവിളിയാണ്. ഇതിനെയാണ് അവർ നേരിടുന്നത്. CPM-നെ മാത്രമല്ല, അല്ലെങ്കിൽ LDFനെ മാത്രമല്ല, BJPയെയും സംഘപരിവാറിനെയും CPM-നെയും LDFനെയും ഒന്നിച്ച് നേരിടുകയാണ്. അവർക്കത് നിലനിർത്തിയേ പറ്റുള്ളൂ. കേരളത്തിൽ അവിടെ തമ്മിലടി എന്നൊക്കെ ആരായി പറയുന്നത്? ഏകാധിപത്യ പ്രവണതയിലേക്ക് വിടുന്നു. ഞാനല്ലെങ്കിൽ മറ്റൊരു മുഖ്യമന്ത്രി നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് ഭരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, കമ്മ്യൂണിസത്തിൻ്റെ 7 അയലത്ത് തീണ്ടാത്ത തിയോളജി അല്ലെങ്കിൽ ഫിലോസഫി ഇല്ലാത്ത മുഖ്യമന്ത്രി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പോലുള്ള ഒരാളാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു X ഇല്ലെങ്കിൽ Y ഉണ്ട്, Y ഇല്ലെങ്കിൽ Z ഉണ്ട്. അതല്ലേ നല്ലത്? നമുക്ക് കൊള്ളില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് വേറെ ആളെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ലേ? ഇവിടെ അതല്ല, വേറെ ആരും കൊള്ളണ്ട, വേറെ ആരും മുഖ്യമന്ത്രിയല്ല, ആർക്കും ജീവിക്കാൻ അവസരമില്ല, അവകാശവുമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഏകാധിപത്യ പ്രവണതയിലേക്കാണോ മറ്റു പാർട്ടികളിൽ? ജനാധിപത്യ രാജ്യമല്ലേ ഇത്? ഇന്ത്യക്ക് ജനാധിപത്യം നേടിക്കൊടുത്ത ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ്. അവർക്കിടയിൽ അങ്ങനെ ആർക്കൊക്കെ എനിക്ക് മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അല്ല, പലയിടങ്ങളിലും ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള സ്ഥലങ്ങളിൽ പോലും കോൺഗ്രസിൻ്റെ ഇടങ്ങളിൽ തമ്മിലടിയും കണ്ടതാണ്. അതൊക്കെ വെറുതെ നമ്മൾ പറയുന്നത്. പിന്നെ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ തന്നെ സെൽഫ് കോൺട്രഡിക്ടറി ആകുകയാണ്. ചിഞ്ചു തന്നെ സെൽഫ് കോൺട്രഡിക്ടറി ആകുകയാണ്. അത് ഈ നാമനിർദ്ദേശ പത്രിക കോൺഗ്രസിനകത്ത് UDFനോ മറ്റേത് ഘടകകക്ഷികൾക്കോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കോ ഉണ്ടാവും, വിമതസ്വരം ഉണ്ടാവും. പക്ഷേ CPM-ലത് ബാധകമാണോ? CPM-ലത് പറ്റൂ? CPM-ലല്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ? താങ്കൾ തന്നെയല്ലേ പറഞ്ഞത്, തിരുവനന്തപുരത്ത് ശ്രീകണ്ഠൻ്റെ കാര്യവും പാലക്കാട്ടത്തെ കാര്യം എല്ലാം പറഞ്ഞു, കാസർഗോഡിലെ കാര്യം. അപ്പോൾ ഇവിടെയല്ലേ നമുക്ക് ഏറ്റവും പ്രശ്നമായിരിക്കുന്നത്. അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റവരുടെ ഇതിൽ സ്വാഭാവികമാണെന്നേ. അതൊക്കെ ജനാധിപത്യ പാർട്ടിയാണ്. ഇതിനകത്ത് ജനാധിപത്യമില്ല, ഇവിടെ ഏകാധിപത്യമാണ്, മോണോക്രാറ്റിക്കാണ്. ഒരാൾ പറയും, ഒറ്റയാൾ ഞാനാണ് പാർട്ടി, ഞാനാണ് സർക്കാർ, ഞാനാണ് രാഷ്ട്രീയം. നിങ്ങൾ ചെല്ലുക, കൊല്ലുക, വെട്ടുക, കൊള്ളയടിക്കുക, വരിക. നിങ്ങൾക്കെതിരെ കേസെടുക്കേണ്ട ആൾ ഞാൻ എടുക്കില്ലെങ്കിലോ? എന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റിയും അണികളെ കൊണ്ട് ചെയ്യിക്കാമല്ലോ. ദാറ്റ്സ് വാട്ട്സ് വി ആർ സീയിങ് ഇൻ കേരള. തീർച്ചയായും അതല്ലേ സത്യമല്ലേ ഇത്? ഞാൻ എൻ്റെ ഒരു പൊളിറ്റിക്കൽ ധാരണ, എൻ്റെ സ്ട്രോങ് ആയ വിശ്വാസം പറയാം. അതാ ഞാൻ പറയുന്നത്. അതല്ലേ നടക്കുന്നത് ഇവിടെ. ഏറെക്കുറെ അത് തന്നെയാണ് സാഹചര്യങ്ങൾ. അല്ല, നിങ്ങൾ പറയൂ. അല്ലെങ്കിൽ ജസ്റ്റിസ് ഇംപ്ലിമെൻറ്റിംഗ് അതോറിറ്റി ആരാണ് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയാണ്. ഇവിടെ അദ്ദേഹമാണല്ലോ. അദ്ദേഹം ത്രിത്വത്തിൽ ഏകത്വമാണല്ലോ. ത്രിത്വത്തിൽ ഏകത്വത്തിലിരിക്കുന്ന ആരാണ്? ജസ്റ്റിസ് ഇംപ്ലിമെൻറ്റിംഗ് അതോറിറ്റി പുള്ളിയാണ്. നിങ്ങൾ പോയി കൊല്ലുക, കൊള്ളയടിക്കുക, വ്യഭിചരിക്കുക, വരിക, കേസെടുക്കേണ്ട ഞാൻ എടുക്കുന്നില്ലെങ്കിലോ? പക്ഷേ എൻ്റെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് ഞാനുണ്ടാക്കുന്ന സാമ്പത്തിക സാമൂഹിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ചോദ്യം ചെയ്ത് നിങ്ങളെല്ലാം ന്യായീകരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ത്രിത്വത്തിൽ ഏകത്വം ഉള്ളപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾക്ക് എന്തും ചെയ്യാം. അതെ, അതാണ് ദാറ്റ്സ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ കേരള. അല്ലേ? തീർച്ചയായും. അല്ല, ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ അംഗീകരിക്കണ്ട. നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ? തീർച്ചയായും തോന്നുന്നുണ്ട്. അത് പറഞ്ഞാൽ മതി.
അത്രയും എനിക്ക് ഞാനൊരു സാധാരണ മാധ്യമപ്രവർത്തകനാണ്, ഞാനിത് കാണുകയാണ്, ഇത് കുറേ കാലമായിട്ട് കാണും. അല്ല, ഇങ്ങനെ കാണുന്നതുകൊണ്ടുള്ള സാഹചര്യങ്ങളാണ്. കാരണം നമുക്ക് ഈ വിമത സ്വരങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുന്നു. വിമതന്മാർ വീണ്ടും ശക്തിയോടുകൂടി, നേരത്തെ സൂചിപ്പിച്ചത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ, മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ രംഗത്തും വരുന്നു എന്നുള്ളത്. ചിഞ്ചു, ഇതിനകത്തുള്ള സംഭവം എന്നറിയോ, ഒരുപാട് പേര്, അസംഖ്യം CPM-നോടും LDF-നോടും താല്പര്യമുള്ള അസംഖ്യം പേര്, ഒരു പാർലമെൻറ്റ് ഇലക്ഷന് തെരഞ്ഞെടുപ്പിനെ നിർത്തിയാൽ വോട്ട് ചെയ്താൽ ജയിപ്പിക്കാൻ കഴിയുന്ന അസംഖ്യം പേര് LDF-നോടും CPM-നോടും താല്പര്യമുള്ളവരെല്ലാം ഡിസ്ഗ്രൻഡിലാണ്. അവരെല്ലാം തന്നെ ഡിസ്ഗ്രൻഡിലായതെന്തുകൊണ്ട്? ഇതുകൊണ്ട് പാർട്ടി തകരുന്നല്ലോ, നമ്മുടെ പാർട്ടി തകരുന്നല്ലോ, നമ്മുടെ പാർട്ടി ഇവിടെ ഇല്ലാണ്ടാവുമല്ലോ, ബംഗാൾ പോലെ ആവുമോ, ത്രിപുര പോലെ ആവുമോ എന്നൊക്കെ പറഞ്ഞ് പേടിക്കുകയാണ്. ഇത് ആർക്ക് ഗുണം ചെയ്യും? ആർക്ക് ഗുണം ചെയ്യും? സംഘപരിവാറിന് ഗുണം ചെയ്യും സുഹൃത്തെ. ഇവിടെ സംഘപരിവാരക്കാളും ഏറ്റവും സന്തുഷ്ടരായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ കേരളത്തിൽ? സംഘപരിവാർ ഇൻക്ലൂഡിങ് സുരേന്ദ്രനെതിരെയുള്ള കേസ് ഉൾപ്പെടെ, കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ ഉള്ള കേസുകൾ ആർക്കെങ്കിലും എതിരെ കേസെടുത്തിട്ടുണ്ടോ? കേസെടുക്കേണ്ട അയാളാരാ? CPM-മാർക്കെതിരെ കേസെടുക്കേണ്ട അയാളാരാ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതൊരു എന്താ പറയുക, നമ്മളൊരു പ്രോട്ടോ ഡിസൈൻ ക്യാബിനറ്റാണ് കേരളത്തിലുള്ളത്. ഏതിൻ്റെ? കേന്ദ്ര സർക്കാരിൻ്റെ. മോഡിജി എന്ന് പറയുന്ന, അല്ലെ അമിത് ഷാജിയുടെ ഒരു പ്രതിരൂപമാണ് ഇവിടെയും ഭരിക്കുന്നത്, അല്ലേ? അതാ നടക്കുന്നത്. തീർച്ചയായും അതാ നടക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ വിമതരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമതൻ അതോടെ പോയി. ഇപ്പോൾ ശ്രീകണ്ഠനെ പുറത്താക്കിയപ്പോൾ ശ്രീകണ്ഠനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ശ്രീകണ്ഠൻ പാർട്ടിയിൽ നിന്ന് പുറത്ത് പോകുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. കാരണം നമ്മുടെ കൂടെ യൂണിവേഴ്സിറ്റി കോളേജിൽ SFIക്കാരനായിരുന്നു, ശക്തനായ SFI പ്രവർത്തകനായിരുന്നു. അത് കഴിഞ്ഞ് ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫ് വരായിരുന്ന ആളാണ്. അയാളെപ്പോലുള്ള ഒരാൾ പാർട്ടിയിൽ നിന്ന് വിടുക എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടിയല്ലേ ക്ഷീണിക്കപ്പെടുന്നത്, ശ്രീകണ്ഠനല്ല. ഏതായാലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള വിമത സ്വരങ്ങൾ, വിമത സ്ഥാനാർത്ഥികൾ ഉയർന്നു വരുമ്പോൾ അത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള പ്രതിരോധം തീർക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. CPM-ൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വിമത സ്വരങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. പാർട്ടി പുറത്താക്കിയെങ്കിലും, അച്ചടക്ക നടപടി പറഞ്ഞുകൊണ്ട് ഈ സ്ഥാനാർത്ഥികളിൽ പലരെയും പുറത്താക്കിയെങ്കിലും അവരെല്ലാം പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ, CPM-നെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ മത്സരരംഗത്ത് ഇപ്പോഴുമുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. മറ്റൊന്ന്, ശബരിമല വിഷയം അത്ര പെട്ടെന്നങ്ങനെ കെട്ടടങ്ങുന്ന ഒന്നായി തീരുകയില്ല എന്നും പറയുന്നുണ്ട്. കാരണം ശബരിമല വിഷയത്തിലെ, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിലെ അറസ്റ്റുകൾ ഇനിയും നീളാം. പത്മകുമാറിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാകില്ല. CPM വലിയ രീതിയിലുള്ള കടുത്ത പ്രതിരോധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തുമെന്നുള്ളതും ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. നമ്മോടൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി. നമസ്കാരം. ടോക്കിംഗ് പോയിൻ്റ് എപ്പിസോഡോട് അവസാനിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.